ഗുഡ് മോർണിംഗ്. രാവിലത്തെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ദേ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് എനിക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര പാടായിരുന്നേ. കയറണമെന്ന് എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ ഒരു സിനിമ കാണണം. അപ്പോൾ ഇക്കാക്കുന്ന സിനിമ കാണാൻ വരാനായിട്ടുള്ള സമയമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോണോ വേണ്ടേന്ന് എനിക്കൊരു രണ്ട് മനസ്സ്. എന്തായാലും ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചേ. ഇനി എങ്ങാനും ഞാൻ പോയിട്ട് കുറച്ച് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പാപ്പാട് ഫുഡ് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് എന്തായാലും വെക്കണം. ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അരി അങ്ങ് അടുപ്പിട്ടിട്ട് കുറച്ച് ചോറ് വേവിച്ച് വെച്ചാൽ എനിക്ക് രാത്രിയത്തേക്ക് എളുപ്പമാവും, പാപ്പാക്കുള്ള ഫുഡ് സെറ്റാവും. അങ്ങനെ വിചാരിച്ചു. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. രാവിലെ തയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പുറകെ പോയി. ഇന്നലെ വൈകിട്ട് ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ അത് കഴിക്കാം. എനിക്കിഷ്ടമാണ് കേട്ടോ തലേ ദിവസം ഉണ്ടാക്കിയ ഇലയപ്പം. നല്ല തണുത്തിരുന്നിട്ട്, അത് ശർക്കര ഇട്ടുണ്ടാക്കിയതേ. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് വിത്ത് കട്ടൻ ചായ. അപ്പം എൻ്റെ കട്ടൻ ചായ തണുത്തിരിക്കാം, നമ്മളോട് ചൂടാക്കട്ടെ. ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ട്, കട്ടൻ ചായ ഇടും, അത് അവിടെ ഇരുന്ന് തണുക്കും, വീണ്ടും അതിനെ ചൂടാക്കും, കുടിക്കും. കുറച്ച് കുടിക്കോളും, പേരിന് വേണ്ടിയേ കുടിക്കോളൂ, പക്ഷെ ഇടും. അങ്ങനെ ഒരു അസുഖമുണ്ട് എനിക്ക്. അപ്പം നോക്കട്ടെ, ഞാൻ ഇക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് മന്തി കഴിക്കാൻ പോയാലോ എന്ന്. മന്തി കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മന്തി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ വൊമിറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, അന്നമ്മയ്ക്ക് മന്തി ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ട് ഈ മന്തി കഴിക്കാൻ പോയാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയുള്ളൊരു കാര്യമല്ല. കുറേ ആയി കേട്ടോ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട്. കല്യാണത്തിനൊക്കെ ഇപ്പോൾ ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂ. ഈ ഹോട്ടലിൽ പോയുള്ള ഫുഡ് കഴിപ്പ് ഭയങ്കര കുറവാണ്. മുന്നേ ഞാനും ഇക്കായും എനിക്ക് തോന്നുന്നു സ്ഥിരം രാത്രിയെങ്ങാനുമൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമായിരുന്നു, ഇക്ക വന്ന ഇടയ്ക്കൊക്കെ. ഇപ്പോൾ ഭയങ്കര കുറവാണ്. എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായി പോയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച്, അപ്പം മറ്റേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 31 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരന്. സിനിമയും ഫുഡും എൻ്റെ വക ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, പക്ഷേ സിനിമ കാണാൻ വരുന്നില്ല. എന്ത് ചെയ്യാനാ? കങ്കാവി കാണാനാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പക്ഷേ പറ്റില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള സിനിമകളൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. ലോക തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് കുളിക്കുമ്പം, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ലൈറ്റ് അണയ്ക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോക പക്ഷേ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം വരും. പക്ഷേ ആ ഒരു തിയേറ്റർ എഫക്റ്റിൽ ആ ഒരു കുറച്ച് സീൻസൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗൈസ് എന്താണോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത് കണക്ക് സങ്കടപ്പെടുന്ന സിനിമകളൊക്കെ എനിക്ക് പാടാണ്. എന്തിനാണ് വെറുതെ പൈസ കൊടുത്ത് സങ്കടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നും. എനിക്ക് ഇത്തിരി ചിരിക്കാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബബ്ബ കാണാൻ പോകാനാട്ടോ ഇഷ്ടം. ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയാൽ അത്യാവശ്യം അടിച്ച് പൊളിച്ച് ചിരിച്ച് സന്തോഷിച്ച് വരാൻ പറ്റുന്നൊരു മൂവി. അപ്പോൾ അത് കാണാൻ പോകാൻ എനിക്കിഷ്ടം. ആ പോയാ അന്നമ്മ വരാൻ സമയമായോ? ഒന്നുമില്ല, അന്നമ്മ പള്ളിയിൽ പോയപ്പോ. വീഡിയോ ആരുമാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായി, എക്സാമാണ്. ഇനി അവർക്ക് ആനുവൽ ഡേ വരാൻ പോവാണ്. അങ്ങനെ ബിസി ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ ആനുവൽ ഡേക്കൊക്കെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ഇവരെ സ്കൂളിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ആയിട്ടും ഏതാണ്ട് 20,000 രൂപയുടെ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് തിന്നിട്ട് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ പോയിരുന്ന സ്റ്റിച്ച് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യും. നോക്കി നോക്കട്ടെ. അരി തിളച്ചു, നല്ലോണം പെട്ടെന്ന് വരുന്ന അരി കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചാൽ ഒരു 10-15 മിനിറ്റ് മതി, സംഭവം കുക്കായി കിട്ടും.
ഇന്ന് എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പോവും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? എൻ്റെ സ്കൂട്ടി കട്ടപ്പുറത്താണ്, പഞ്ചറായിട്ട് കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുക. അതൊന്നും ശരിയാക്കാൻ കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, സ്കൂട്ടിയിലാണെങ്കിൽ എനിക്ക് രണ്ടുപേരെയും കൊണ്ട്, റൈഹാനെ അന്യനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാറുണ്ട്, ലൈസൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ദിവസത്തെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ ആൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടി തരൂല ഗൈസ്. അത് മാത്രമല്ല, നമ്മൾ റോഡ് ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും ഇക്കയുടെ ശിക്ഷണത്തിൽ പഠിച്ചേ പറ്റുള്ളൂ. ഇക്ക വരത്തൂല. എന്തായാലും ഈ വർഷം സെൽഫായിട്ട് ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റിയേ പറ്റൂ. നോക്കട്ടെ. ചായയും കുടിച്ച് നിന്ന് വൈകിട്ട് 7 മണിയായി ഗൈസ്. പുറത്ത് പോലും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. വേവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ചോറ് കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ വൈകിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം ഈ ഒരു സെറ്റപ്പിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൂൽ പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. റൈഹു പോയി വാങ്ങിയിട്ട് വന്നതാണ്. മാഷാല്ലാ, വളരെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നമുക്കിത് കഴിച്ച് ഇന്നത്തെ ബർത്ത്ഡേ എൻഡ് ചെയ്യാം. അതുപോലെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാം കേട്ടോ. കഴിഞ്ഞതിനുമായും അപ്പവും ഷൈബായും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാഷാല്ലാ, നല്ല രസമായിരുന്നു കേട്ടോ. ഇത്തവണ എനിക്ക് കേക്ക് വാങ്ങിക്കുന്നതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അതിനെക്കാട്ടി നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നമ്മയ്ക്ക് ബുദ്ധിമുട്ടായേനെ. പൊറോട്ട ആകുമ്പോൾ അവൾ ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വിശേഷങ്ങൾ. മാഷാല്ലാ, നല്ല രീതിക്ക് അടിപൊളിയായിട്ട് എൻഡ് ചെയ്തു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.